ബജറ്റ് 100 കോടി, വേഷപ്പകർച്ചയിൽ ഞെട്ടിക്കാൻ ജിയാൻ വിക്രം. തങ്കലാൻ ബിഗ് അപ്ഡേറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിക്രമിൻ്റെ മറ്റൊരു ഗംഭീര പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ ആസ്വാദകർ. കഥാപാത്രത്തിന് വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ ഏതറ്റം വരെയും പോകുന്ന ചില നടന്മാരുടെ, അതിനായി സ്വയം ശരീരം പോലും മറന്ന് ഡയറ്റും വ്യായാമങ്ങളും ഒക്കെ ചെയ്യുന്നവരും ഉണ്ട്. അക്കൂട്ടത്തിൽ നിന്നും ഏറ്റവും വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് കയ്യടി നേടുന്ന നടനാണ് ജിയാൻ വിക്രം. നടൻ്റെ ഡെഡിക്കേഷൻ്റെ വ്യത്യസ്ത തലം തൊട്ടറിഞ്ഞ സിനിമകളാണ് അന്യൻ, ഐ, പിതാമഹൻ തുടങ്ങിയവ. അത്തരത്തിൽ ഒരു സിനിമയുമായി വീണ്ടും വരാനുള്ള തയ്യാറെടുപ്പിലാണ് വിക്രം ഇപ്പോൾ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാൻ ആണ് ആ ചിത്രം. തൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷത്തിലാണ് വിക്രം തങ്കലാനിൽ എത്തുന്നതെന്ന് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമായ കാര്യമാണ്. റിലീസിന് ഒരുങ്ങുന്നതിനിടെ ചിത്രത്തിൻ്റെ പുതിയ ലിറിക് വീഡിയോ ഇറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇപ്പോൾ തങ്കലാൻ വാർ എന്ന് പേര് നൽകിയിരിക്കുന്ന ഗാനത്തിന് സംഗീതം ഒരുക്കുന്നത് GV പ്രകാശ് കുമാർ ആണ്. അറിവ് എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് GV പ്രകാശും അറിവും ചേർന്നാണ്. അതേസമയം തങ്കലാൻ ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലെത്തും. ആദ്യം ജനുവരി 26-നായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് നിശ്ചയിച്ചതെങ്കിലും പിന്നീട് ഇത് മാറ്റുകയായിരുന്നു. 100 കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ്. വിക്രമിനൊപ്പം പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. വിക്രമിൻ്റെ നായികയായിട്ടാണ് പാർവതി എത്തുന്നത്. എന്തായാലും വിക്രമിൻ്റെ മറ്റൊരു ഗംഭീര പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ ആസ്വാദകർ. UA സർട്ടിഫിക്കറ്റാണ് തങ്കലാന് ലഭിച്ചിരിക്കുന്നത്. ശ്രീ ഗോകുലം ഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ആണ് കേരളത്തിൽ ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്. ഫിലിം ഫെയർ അവാർഡ് സൗത്ത്. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടൻ ക്രിട്ടിക്സ് ജോജു ജോർജ്. ഫിലിം ഫെയർ അവാർഡ് സൗത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിലെ മികച്ച നടൻ ലീഡിംഗ് റോൾ പുരസ്കാരം സ്വന്തമാക്കിയത് മമ്മൂട്ടിയാണ്. നൻപകൽ നേരത്ത് മയക്കം ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തത്. ജോജു ജോർജ് ആണ് മികച്ച നടൻ ക്രിട്ടിക്സ് പുരസ്കാരത്തിന് അർഹനായത്. ഇരട്ട എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ജോജുവിനെ തേടി ഈ പുരസ്കാരം എത്തിയത്. ശോഭ ഫിലിം ഫെയർ അവാർഡ് സൗത്ത്. മലയാളത്തിലെ മറ്റ് പുരസ്കാരങ്ങൾ: മികച്ച സിനിമ 2018, മികച്ച സിനിമ ക്രിട്ടിക്സ്. കാതൽ ദ കോർ. മികച്ച സംവിധായകൻ ജൂഡ് ആന്റണി 2018. മികച്ച നടി വിൻസി അലോഷ്യസ്. പുരുഷ പ്രേതം. മികച്ച നടി ക്രിട്ടിക്സ് ജ്യോതിക. കാതൽ ദ കോർ. മികച്ച സഹനടൻ ജഗദീഷ്. പുരുഷ പ്രേതം. മികച്ച സഹനടി പൂർണിമ ഇന്ദ്രജിത്ത്. തുറമുഖം. അനശ്വര രാജൻ. നേര്. മികച്ച മ്യൂസിക് ആൽബം RDX സാം CS. മികച്ച ഗാനരചയിതാവ് അൻവർ അലി. എന്നും എൻ കാവൽ. കാതൽ ദി കോർ. മികച്ച പിന്നണി ഗായകൻ കപിലൻ. നീലനിലാവേ RDX. മികച്ച പിന്നണി ഗായിക KS ചിത്ര. മുറ്റത്തെ മുല്ല. ജവാനും മുല്ലപ്പൂവും. പാട്ടിറങ്ങി വിജയിയുടെ കൗമാര വേഷം എയറിലായി ട്രോളുകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി വിജയ് നായകനായി എത്തുന്ന ഗോട്ട് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണെന്നാണ് സൂചന. വെങ്കട് പ്രഭുവിൻ്റെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോട്ട് എന്ന ചിത്രത്തിലെ സ്പാർക്ക് എന്ന പുതിയ ഗാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തെത്തിയത്. ചിത്രം ഇതിനകം വ്യൂ ഉണ്ടാകുന്നെങ്കിലും ഗാനത്തിലെ വിജയിയുടെ ഡി-ഏജിങ് ലുക്ക് അടക്കം വ്യാപകമായി ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി വിജയ് നായകനായി എത്തുന്ന ഗോട്ട് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ഇതിൽ നിന്നും പുറത്തെത്തിയ മൂന്നാമത്തെ ഗാനമാണ് സ്പാർക്ക്. വെങ്കട് പ്രഭുവിൻ്റെ അച്ഛൻ ഗംഗൈ അമരൻ്റെ വരികൾക്ക് യുവൻ ശങ്കർ രാജയാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. യുവനും വൃഷ ബാലുവും ചേർന്നാണ് സ്പാർക്ക് ഗാനം ആലപിച്ചിരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ചിത്രത്തിൻ്റെ തന്നെ പ്രധാന ഘടകമായ ഡി-ഏജിങ് പാളിയില്ലേ എന്ന ചോദ്യമാണ് ഗാനത്തിലെ ലിറിക് വീഡിയോയിലൂടെ ദൃശ്യങ്ങൾ കണ്ട പലരും ചോദിക്കുന്നത്. ഇപ്പോഴുള്ള വിജയും ഗാനത്തിലുള്ള വിജയും ചെറുപ്പം എന്ന് പറഞ്ഞ് കാണിക്കുന്ന വിജയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് പലരും ചോദിക്കുന്നത്. പല ട്രോളുകളിൽ പ്രേമലു ചിത്രത്തിലെ അമൽ ഡേവിസിനെ പോലെ ഉണ്ട് വിജയ് എന്നാണ് ചിലർ പറയുന്നത്. അതേസമയം അടുത്തിടെ വൈറലായ ബോബി സ്വാച്ചയുമായി താരതമ്യം ചെയ്യുന്ന പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഫഹദിൻ്റെ കൊടുങ്ങല്ലൂർ സോങ് പോലെ എന്താണ് വ്യത്യാസം എന്നാണ് പലരും ചോദിക്കുന്നത്. ഡി-ഏജിങ് വിചാരിച്ച പോലെ വന്നില്ലെന്ന് വിജയ് ഫാൻസ് തന്നെ പരാതി പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ലിറിക് വീഡിയോയിൽ ചേർത്ത രംഗങ്ങളാണ് ഇവയെന്നും പടം എത്തുമ്പോൾ വ്യത്യാസപ്പെടുമെന്നാണ് ചിലർ വിജയ് ഫാൻസ് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. പലരും വെങ്കട് പ്രഭുവിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതേസമയം യുവൻ ശങ്കർ രാജയുടെ സംഗീതം അത്ര നല്ലതല്ലെന്നും വിജയ് ഫാൻസ് ആരോപിക്കുന്നുണ്ട്. പലരും അനിരുദ്ധിൻ്റെ ഗാനങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വിജയ് ചിത്രങ്ങളും അനിരുദ്ധാണ് സംഗീതം നൽകിയത്. ചിത്രം ഗംഭീരമായില്ലെന്നും പാട്ടുകൾ ഹിറ്റായിരുന്നു
എന്ന കാര്യം പലരും ഓർമ്മിക്കുന്നു. ഗാനത്തിലെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.